ഒരു മനുഷ്യൻ മരിക്കുവാനായിട്ട് കിടക്കുകയാണ്. ധനികനാണ് അയാൾ. അയാളുടെ മരണക്കിടക്കയ്ക്ക് ചുറ്റും ഒത്തിരി പേര് ഉണ്ട്, മക്കളും ബന്ധുക്കളുമായിട്ട്. അവർ സംസാരിക്കുന്ന വിഷയം ഇദ്ദേഹത്തെപ്പറ്റിയോ ഇദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റിയോ ഒന്നുമല്ല, മറിച്ച് അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന ധനത്തെപ്പറ്റിയോ. ഇവരുടെ ഇങ്ങനെയുള്ള സംസാരം കേട്ടിട്ട് രോഗക്കിടക്കയിലായിരുന്ന ഈ മനുഷ്യൻ എന്നെ സമാധാനത്തിൽ മരിക്കുവാനായിട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞ് ഇവരെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുന്നു. ഇങ്ങനെയുള്ള ചില സീനുകൾ, ചില ദൃശ്യങ്ങൾ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികൾ മരിക്കുമ്പോൾ, എന്തിൻ്റെങ്കിലുമൊക്കെ തലപ്പത്തിരിക്കുന്നവർ മരിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ആരായിരിക്കും പിൻഗാമി? മിക്കവാറും മൃതസംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഊഹാപോഹങ്ങളുമൊക്കെ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ടാകും. ഏകദേശം ഇതുപോലൊരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് വരുവാനിരിക്കുന്ന പീഡകളെപ്പറ്റി, മരണത്തെപ്പറ്റി ഒക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇത് ഇവരുടെ വിഷയമല്ല. ഇവർ അതിനെപ്പറ്റി ചോദിക്കുവാനായിട്ട് ഭയപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യത്തെപ്പറ്റി ഇവർ ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ഇവരിൽ വലിയവൻ? അതായത് ആരാണ് അടുത്ത പിൻഗാമി? ശരിയാണ്, യേശു ഇവരെ നയിക്കാനായിട്ടില്ലാതെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരണം. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മനുഷ്യർ ഇങ്ങനെ സംസാരിക്കുന്നത്, അതും യേശുവിൻ്റെ ദുഃഖത്തിൽ, വേദനയിൽ പങ്കുചേരാതെ ലഭിക്കുവാനിരിക്കുന്ന നേട്ടങ്ങളെപ്പറ്റി ഓർക്കുന്നത് ഈ അവസരത്തിൽ ഒട്ടും ചേരുന്നില്ല. പക്ഷേ ഇത് ചരിത്രത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത് അധികാരവും സ്ഥാനമോഹങ്ങളുമൊക്കെ അനുകമ്പയെക്കാളും മനുഷ്യത്വത്തെക്കാളുമൊക്കെ മുകളിലായിട്ട് പലരും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ അധികാരത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന യുദ്ധങ്ങളും അതേ തുടർന്ന് ഉണ്ടാകുന്ന ഭീകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകളും അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശു ഇവിടെ നിലകൊള്ളുന്നത് ഇപ്രകാരം ലോകത്തിൽ വേദന അനുഭവിക്കുന്ന, അനുകമ്പ ലഭിക്കാത്ത മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ട്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇപ്രകാരം വേദന അനുഭവിക്കുന്ന മനുഷ്യർ ജീവിക്കുന്നുണ്ടാകാം. പലരും ഏകാന്തതയും മാനസിക വേദനകളുമൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഇവരൊക്കെ നമ്മുടെ വിചിന്തനത്തിന് പാത്രമാവുന്നുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതോ നമ്മുടെ ചിന്ത മറ്റുള്ള ചില കാര്യങ്ങളിലാണോ മുഴുകിയിരിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ഒത്തിരി പേര് ഈ ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന, അനുകമ്പ അർഹിക്കുന്നവരാണ്. പലരും അത് നമ്മോട് പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ് ഇപ്രകാരം മനുഷ്യരോട് അനുകമ്പയോടുകൂടി പെരുമാറുക എന്നുള്ളത്. നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. ക്രിസ്തു അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിലുടനീളം ചെയ്ത് കാണിച്ചത്. നമ്മൾ ചെയ്യുന്നവ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ അടിസ്ഥാന വികാരം അനുകമ്പയാണെന്ന് മനസ്സിലാക്കാം. അതിന് കുഞ്ഞുങ്ങളെപ്പോലെ നൈർമല്യത്തോടുകൂടി, ശക്തമായ വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താം. തൻ്റെ പീഡകരോട് തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ലോറൻസ് പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, ഈ മനുഷ്യരാണ് സഭയുടെ യഥാർത്ഥ ധനമെന്നത്. ഇപ്രകാരം മനുഷ്യരോട് അനുകമ്പ കാണിക്കുവാനായിട്ട്, അവർക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം അതിന് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.